നമസ്കാരം സർ. നമസ്കാരം. എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ. ആരാ? ഞാൻ ചന്ദ്രൂത്ത് വെച്ച് സാറിനെ കണ്ടിട്ടുണ്ട്. എൻ്റെ പേര് മുരളി. ഞാൻ നന്ദന്റെ കൂട്ടുകാരനാണ്. ഓ, മുരളി. ഇപ്പൊ ഓർമ്മ വരുന്നുണ്ട്. കണ്ടിട്ടുണ്ട്, ധാരാളം കേട്ടിട്ടുണ്ട്. ഭാർഗവിയുടെ മകൻ അല്ലേ? എന്താ കാര്യം മുരളി? ഞാൻ സാറിനോട് സംസാരിക്കാൻ വേണ്ടി വന്നതാ. എന്താ, പോലീസ് വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചോ? ബുദ്ധിമുട്ടിക്കരുതെന്ന് പറയാൻ വന്നാണോ? സർ, ഞാൻ പ്രതികളെയും അതിന് കൂട്ടുനിൽക്കുന്നതിനെയും അവരുടെ കൂട്ടുകാരെയും അഴിക്കുള്ളിലാക്കും മുരളി. സർ, ഞാൻ എനിക്ക് വേണ്ടി കാലുപിടിക്കാൻ വന്നതല്ല. പിന്നെ? മാഡം, സർ, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുക, നന്ദന്റെ കുടുംബത്തെ ഇങ്ങനെ വേട്ടയാടരുത്. നന്ദനോ ദേവികയോ ഒരിക്കലും ഇങ്ങനൊരു കാര്യം ചെയ്യുന്നത് പോയിട്ട് ചിന്തിക്കുക പോലുമില്ല. രണ്ടുപേരും സാധുക്കളാണ് സർ. എല്ലാവർക്കും നല്ലത് മാത്രം വരണമെന്ന് ആഗ്രഹിക്കുന്ന രണ്ടുപേര്. കൊള്ളാം. സാധാരണയായി ഈ കേസിൽ ഇടനിലക്കാരായി വരുന്നവര് ആദ്യം സിദ്ധാർത്ഥന്റെ മാഹാത്മ്യ വിളമ്പ, സിദ്ധാർത്ഥന്റെ ഗുണഗണങ്ങള്, ആത്മാർത്ഥത, അയാളുടെ ത്യാഗം, രാജ്യസ്നേഹം. ഇപ്പൊ നേരെ റിവേഴ്സിൽ പിടിച്ചു. ആദ്യം നന്ദന്റെ വർണ്ണന, ഇനിയാവും സിദ്ധാർത്ഥന്റെ സ്തുതി. സർ, ഞാനൊന്ന് പറഞ്ഞോട്ടെ? നീ ഒന്നും പറയണ്ട. നീ പറയാൻ പോണത് എന്തൊക്കെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എല്ലാവരെയും കാണാപ്പാടം പഠിപ്പിച്ചിറക്കിയിരിക്കുക, ഒരേ അച്ചിൽ വാർത്ത വാചകങ്ങളുമായിട്ട്. നിങ്ങളെല്ലാം അവരുടെ ആൾക്കാരാ. എന്റെ മോളുടെ ജീവന് നിങ്ങളെല്ലാം ഉത്തരം പറയേണ്ടി വരും. അങ്ങനെ ഉത്തരം പറയേണ്ട ഒരു അവസ്ഥ വന്നാ പറയുക തന്നെ ചെയ്യും മാഡം. ഒളിച്ചോടില്ല. നിരപരാധിയായ ഒരു കുടുംബത്തെ തെറ്റിദ്ധാരണയുടെ പേരിൽ കണ്ണീര് കുടിപ്പിക്കരുതെന്ന് പറയാൻ വേണ്ടി വന്നാ ഞാൻ. ശരി, അവരെ കണ്ണീര് കുടിപ്പിക്കുന്നില്ല. അപ്പൊ എന്റെ കണ്ണീര് ആര് സമാധാനം പറയൂടാ? നീ പറയോ? പറ, നീ പറയോ? സാറെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം? നിനക്കറിയാം ദേവി എവിടെയാണെന്ന്. പോലീസ് ചോദിച്ചിട്ട് നീ കരിങ്കല് പോലെ നിന്നതേയുള്ളൂ. നിന്റെ അമ്മ ഭാർഗവി ഒന്നും മിണ്ടുന്നില്ല. ഓക്കെ, ഞാൻ അറിഞ്ഞു. നന്ദന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരന് ദേവിക എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അറിയില്ല അല്ലേ? ഓ, കൂറ് കാണിക്കണമല്ലോ. ആ പെണ്ണ് കുറെ ദിവസം നിന്റെ ഭാര്യയായി നിന്റെ വീട്ടിലുണ്ടായിരുന്നതല്ലേ? സാറേ, അനാവശ്യം പറയരുത്. എന്റെ വീട്ടിൽ വന്ന് എന്റെ മകളെ കൊന്നവർക്ക് വേണ്ടി വാദിക്കുന്നതാണ് അനാവശ്യം. ഒരു മോള് നഷ്ടപ്പെട്ട അച്ഛന്റെ അമ്മയുടെ മാനസികാവസ്ഥ അറിഞ്ഞുകൊണ്ട് വേണോടാ നീ പടിയെടുക്കാനായിട്ട്. എനിക്കറിയാം സർ, ഒരു സാധാരണക്കാരനാണ് ഞാൻ. മകള് നഷ്ടപ്പെട്ട ഒരു അച്ഛൻ്റെ അമ്മയുടെയും വേദന എനിക്കറിയാം. ജനിക്കും മുമ്പ് തന്നെ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അത്തരം വികാരങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും സർ. ഈ ഗേറ്റ് അനുവാദമില്ലാതെ കടന്നതിന്റെ പേരിൽ സാർ എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല സർ. മീരയുടെ മരണം ഇപ്പൊ സാർ ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുക. ചന്ദ്രത്തെ തകർക്കാനുള്ള ആയുധം. ആ വീട്ടിൽ ആരും മീരയെ വെറുത്തിരുന്നില്ലെന്ന് സാറും മേഡം അറിയണം. പ്രഭ ആന്റിക്ക് മകളായിരുന്നു മീര. സിദ്ധു സാറിനും അതെ. നന്ദൻ ദേവികയെ വിവാഹം കഴിച്ച കാര്യം മീരയിൽ നിന്ന് മറച്ചു വെച്ചത് നന്ദനോ ദേവികയോ മനഃപൂർവ്വം. ഞങ്ങളിതൊക്കെ 1000 തവണ കേട്ട് കഴിഞ്ഞതാ. ഒരു കള്ളം 10,000 പ്രാവശ്യം പറഞ്ഞാൽ അത് സത്യമാവില്ല. സത്യത്തിന് നേരെ വാതിലടയ്ക്കുമ്പോ എത്ര പറഞ്ഞിട്ടും കാര്യമില്ലെന്നറിയാം സർ. പക്ഷേ എന്നെങ്കിലും ഒരിക്കൽ നിങ്ങളെല്ലാം മനസ്സിലാക്കും. ഇനി ഒരു അക്ഷരം വേണ്ടത് ഇറങ്ങിപ്പോടെ പൊയ്ക്കോളാം സർ. പക്ഷേ എല്ലാം തിരിച്ചറിയുന്ന നാളിൽ സാർ എന്നെ തിരിച്ചു വിളിക്കും. ഈ വീട്ടിനകത്തേക്ക് വിളിക്കും. കാലം കണക്ക് തീർക്കാതെ പോവില്ല സാർ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.